ഈ വ്യക്തിപരമായ കേസിന്റെ പുറത്തെടുക്കുന്നത് ആത്യന്തികമായി രാഷ്ട്രീയപരമായ വാർത്തകളിൽ നിന്നുണ്ടാകുന്ന വിരോധമാണ് ഭരണകൂടം പ്രയോഗിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് മറുനാടനും അനുവദിച്ചു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള അഭിപ്രായം. പ്രധാനമായി കേസും എതിരഭിപ്രായവും മറുനാടൻ തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ വരുന്നതിൽ ഒരു തലം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ വാർത്തകൾ കേസിന്റെ എലമെന്റ് നിലനിൽക്കുക. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം മറുനാടനെതിരെയോ സാജൻ സെക്രട്ടറിക്കുണ്ടെങ്കിലും ഈ ഒരിടത്തിൽ മറുനാടൻ സാജൻ പിന്തുണ അർഹിക്കുന്നുണ്ട്. നമസ്കാരം. മറുനാടൻ മലയാളി ചാനലിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയുടെ അറസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ജനാധിപത്യ മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് ഈ അറസ്റ്റിലൂടെ വന്നിരിക്കുന്നത് എന്നാണ് ഒരു വലിയ വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ അറസ്റ്റിന്റെ പിറകിലെ രാഷ്ട്രീയം എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുകയും അതനുസരിച്ച് പല തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം അടക്കം കൃത്യമായി പ്രവചിക്കുകയും ചെയ്ത ശ്രീ റാഷിദ് CP ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് മറുനാടൻ ഷാജന്റെ അറസ്റ്റിന്റെ പിറകിൽ രാഷ്ട്രീയം എന്നുള്ളത്. മാധ്യമങ്ങൾ നിഷ്പക്ഷമാവണം എന്നുള്ളതാണ് ആളുകളുടെ താല്പര്യം. പക്ഷേ എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷമായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തലം മാറ്റിവെച്ച നമ്മൾ ഈ നിഷ്പക്ഷത ആഗ്രഹിക്കുന്ന സമൂഹത്തിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സംഘടനകൾ, ആ തരത്തിലുള്ള ആളുകൾ മാധ്യമ സ്ഥാപനങ്ങൾ നയിക്കുന്നുണ്ട്. അതേപോലെ വ്യക്തികൾ, ഗ്രൂപ്പുകൾ, കുടുംബങ്ങളൊക്കെ നയിക്കുന്നുണ്ട്. പക്ഷേ എല്ലാറ്റിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേപോലെ ഒരു താല്പര്യം മറുനാടൻ കാണിച്ചാൽ പോലും, മറുനാടൻ അവകാശപ്പെടുന്നില്ലെങ്കിലും കാണിച്ചാൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കണം. അവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്. പിന്നെ ഇതിന്റെ എല്ലാം തലം മാറി ഒരു ലെവലിലേക്ക് പോകുമ്പോഴാണ് കേസ് എന്നുള്ളൊരു പാറ്റേൺ വരുന്നത്. അത്തരം കേസുകൾക്കുള്ള സമീപകാലത്ത് മറുനാടൻ ഞാൻ കാണുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഈ മറുനാടന്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് വന്നതാണ് ഈ രാഷ്ട്രീയപരമായ വിഷയങ്ങളുടെ പുറത്തുണ്ടാകുന്ന വിദ്വേഷം, രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ. ഇതിൻ്റെയൊക്കെ പുറത്ത് കേസെടുക്കുന്നത് ഒന്നുകിൽ സാമുദായികമായ താല്പര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു പല ഏരിയകൾ തേടിപ്പോയി അവിടെ കേസെടുക്കുന്നു എന്നുള്ളതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഒരു തരത്തിലും നിലനിൽക്കാത്ത തരത്തിൽ പെട്ടെന്ന് തന്നെ റിലീസായി മറുനാടൻ ചീഫ് എഡിറ്റർ പുറത്തേക്ക് വരുന്ന സാഹചര്യം നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്. അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആത്യന്തികമായ കാര്യം. ഈ പ്രത്യേകിച്ച് മറുനാടൻ്റെ ഒരു കാര്യം നമ്മൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് കാണാം. ഒന്ന്, രാഷ്ട്രീയപരമായ വാർത്തകളാണ്. രണ്ടാമത് വരുന്നത് സാമുദായിക എലമെന്റുള്ള വാർത്തകൾ. മൂന്നാമത് വരുന്നത് പല വ്യക്തികളെയും സംബന്ധിച്ചുള്ള വിഷയങ്ങളും വിവാദങ്ങളുമാണ്. അത് പൊതുവെ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു തലാണ്. ആ തരത്തിലാണ് ഇപ്പോൾ കേസ് വന്നത്. ഈ രാഷ്ട്രീയമായ വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നു വേറെ ഒരു ലെവൽ വെച്ച് ഹൈ ലെവലിലാണ് ഈ മറുനാടൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിലുണ്ടാകുന്ന വിമർശനങ്ങൾ വലിയ രീതിയിലാണ്. ഭരണകൂട താല്പര്യങ്ങൾക്കെതിരായിട്ട് നിരന്തരം ശബ്ദിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭാഗം അവിടെ നിൽക്കുന്നു. രണ്ടാമത്, ഇത് ഒരു സാധാരണഗതിയിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന വാർത്തകൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും സാധ്യമാവാത്ത ഏരിയയാണ്. പിന്നെ വരുന്നതാണ് ഈ സാമുദായികമായ എലമെന്റുകളുള്ള വാർത്തകൾ. അതിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു തലത്തിൽ മറുനാടൻ ചെയ്യുന്ന വാർത്തകളോട് വിയോജിപ്പുള്ള ആളുകൾ വലിയ ഒരു വിഭാഗം ഉണ്ടാവാം. പക്ഷെ അതൊക്കെ അഭിപ്രായമായും എതിരഭിപ്രായമായും നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതിന്റെ പുറത്തുണ്ടാകുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു സ്വാതന്ത്ര്യം മറുനാടൻ അനുവദിച്ചു കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടേതായ രീതിയിൽ പറയുന്ന ഒരു മാധ്യമവും ഇവിടെ സ്ഥായിയായി ഒന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല. പിന്നെ വരുന്നത് ഈ മൂന്നാമത് വരുന്ന ഈ വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഈ വ്യക്തിപരമായ കേസിന്റെ പുറത്തെടുക്കുന്നത് ആത്യന്തികമായി രാഷ്ട്രീയപരമായ വാർത്തകളിൽ നിന്നുണ്ടാകുന്ന വിരോധമാണ് ഭരണകൂടം പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ നിയമത്തിന്റെ കണ്ണിലൂടെ നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സാജൻ സെക്രട്ടറിയുടെ അറസ്റ്റും മണിക്കൂറുകൾക്ക് ഉള്ളിൽ ജാമ്യം ലഭിക്കുന്നതുമായ ഒരു സാഹചര്യം നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു. അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണണം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് മറുനാടനും അനുവദിച്ചു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള അഭിപ്രായം. അതായത് ഇപ്പം ഇക്ക പറയുന്നതനുസരിച്ചാണെങ്കിൽ പരാതി വ്യക്തിപരമാണെങ്കിൽ പോലും അതിന് പിറകിലെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആ രീതിയിൽ അതിനെ കാണേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിപരമായ വിഷയങ്ങളിൽ കേസ് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഭരണകൂടത്തെ നിരന്തരം വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ കാണുന്ന ഒരു രീതിയാണത്. ആ രീതി ഇവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതിന്മേൽ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നിരന്തരം വരുന്ന ഇത്തരം അറസ്റ്റുകളും വിവാദങ്ങളും നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അവർ ഇത്തരത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഈ രാഷ്ട്രീയ പകപോക്കലിന്
വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ രാജ്യത്തെ ഭൂഷണമാണ്. അത് ഭൂഷണം അല്ലെന്നുള്ളതെടുത്താണ് നമ്മൾ പ്രതികരിക്കുന്നതിന്റെ ഒരു കാരണം. ആ രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തെയോ അത്തരത്തിൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരാളുകളെയും ആ രീതിയിൽ കാണേണ്ടതില്ല. അത്തരത്തിൽ കാണേണ്ട ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല. ഇവിടെ രാഷ്ട്രീയം എല്ലാവരും പറയട്ടെ, ആരെന്ത് രാഷ്ട്രീയം മാധ്യമങ്ങളായാലും രാഷ്ട്രീയം പറയുന്ന വ്യക്തികളായാലും പറയട്ടെ, ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്തെന്നുള്ളത് ജനങ്ങളാണ് ആത്യന്തികമായി അത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഈ ഒരു ഈ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു അതിക്രമമായിട്ട് തന്നെയാണ് അവസാനമായിട്ട് ഇത് സംഭവിക്കുന്നത്. ഈ നമ്മളിപ്പോ പ്രധാനമായി കേസും എതിരഭിപ്രായവും മറുനാടൻ തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ വരുന്നതിൽ ഒരു തലം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ വാർത്തകൾ കേസിന്റെ എലമെന്റ് നിലനിൽക്കില്ല. ഈ സാമുദായികമായ ഇടം വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാജൻ സെക്രട്ടറിയോ മറുനാടൻ മലയാളിയോ മാത്രം ആ ഒരു പാറ്റേൺ രാഷ്ട്രീയം പറയുന്നത് അത് ഈ രാജ്യം അനുവദിച്ച സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം ആ നിയമത്തിന്റെ പരിധിയിൽ ഈ അപരമത വിദ്വേഷം, ഇതര സമുദായങ്ങൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമം പരിശോധിക്കേണ്ടതാണ്. പക്ഷേ മറുനാടൻ എന്നുള്ളത് മാത്രമല്ല, മറുനാടിന് പുറത്ത് നമുക്ക് തന്നെ പരിശോധിച്ചാൽ സാമുദായികമായ നേതൃത്വങ്ങൾ വഹിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സമീപഭാവിയിൽ തന്നെ വലിയ രീതിയിൽ ഈ ഒരു പാറ്റേണിലുള്ള രാഷ്ട്രീയമോ സാമുദായികമായ താല്പര്യം വെച്ചുള്ള രാഷ്ട്രീയമോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം ആളുകൾക്ക് ഭരണകൂടം ആ രീതിയിലല്ല അവരെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ വേദികളിൽ പോയി അവരെ ആദരിക്കുന്ന തരത്തിലേക്ക് ആ ഒരു രീതിയിൽ അവിടെ നിയമം പ്രയോഗിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു മാധ്യമത്തിന്റെ ലേബലിൽ വരുന്ന രാഷ്ട്രീയം പറയുന്ന ഒരാൾക്കെതിരെ ഈ തരത്തിൽ നിയമം പ്രയോഗിക്കപ്പെടുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം മറുനാടനെതിരെയോ സാജൻ സെക്രട്ടറിക്ക് ഉണ്ടെങ്കിലോ ഈ ഒരു ഇടത്തിൽ മറുനാടൻ സാജൻ പിന്തുണ അർഹിക്കുന്നുണ്ട്. എല്ലാവർക്കും നിയമം പ്രയോഗിക്കുമ്പോൾ ഒരേ അനുപാതത്തിൽ കിട്ടണം. ഇപ്പം ഈ നിയമത്തിന് ഈ സാജനെയോ മറുനാടനെയോ വിധേയമാക്കുമ്പോൾ സമാനമായ അതിനേക്കാൾ കൂടിയ തലത്തിലുള്ള ആളുകളും കൂടി ആ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെ ഒഴിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. ഭരണകൂട താല്പര്യം അവരെ ഒരു വോട്ടിംഗ് ഏരിയ ആണ് അവിടെ. സാമുദായിക താല്പര്യത്തിന്റെ പുറത്ത് അതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു വോട്ടിംഗ് ശക്തിയാണ്. നേരെ മറിച്ച് ഒരു മാധ്യമ സ്ഥാപനമോ അത് മറുനാടനായോ മറ്റേത് മാധ്യമ സ്ഥാപനമായാലും ആ ഒരു രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് വോട്ടിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തിക രാഷ്ട്രീയം. ഇപ്പൊ സർക്കാർ സംവിധാനങ്ങൾ ഒരു വലിയ വലയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന മീനുകൾ മാത്രം അതിനകത്ത് കുടുങ്ങുകയും ഏത് സർക്കാരായാലും ഏത് ഭരണകൂടമായാലും രാജ്യത്തും ലോകത്തും സംസ്ഥാനവും അവർക്കെതിരായി ശബ്ദിക്കുന്നവരുടെ നാവരിയാൻ എപ്പോഴും ശ്രമിക്കും.